ആദ്യം പറ കേക്കട്ടെ. റബീഉൽ 12 വർഷത്തിൽ ഒരു ദിവസം ഫുള്ള് ജാതിയുമായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ബഹളവും പടക്കം പൊട്ടിക്കലും അതും ഇതുമായിട്ട് ശബ്ദമലിനീകരണവും എന്താ പറയാ, ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് നബിയോടുള്ള സ്നേഹം കാണിക്കുക. ചിലപ്പോൾ ഇതിപ്പോൾ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന അപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഇത്ര അധികം ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രഹസനത്തിന് വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ അത് ആവശ്യമായിട്ട് പൈസ ആവശ്യമായിട്ട് വരുന്ന ആളുകൾ സമുദായത്തിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയാ, വല്ലോ ചികിത്സാ സഹായമായിട്ടോ അതല്ലെങ്കിൽ വല്ലോ കല്യാണം നടത്തേണ്ട ആളുകൾക്ക് അങ്ങനെ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും പൈസ ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് സത്യത്തിൽ നാദിയ ഈ മുസ്ലിം സമുദായത്തെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. മറ്റൊന്നും കൊണ്ടല്ല, നാദിയയുടെ വാക്കുകൾ കേട്ടില്ലായിരുന്നെങ്കിൽ ഈ നബിദിനത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കം അത് നബിദിനത്തിന് അന്ന് പൊട്ടുകയും മുസ്ലിം സമൂഹത്തിൻ്റെ ഈ പൈസയൊക്കെ വെറുതെ പാഴായി പോയന. പൊന്നാര നാദിയ, മുസ്ലിം സമുദായത്തിൻ്റെ ആഘോഷങ്ങളിൽ എവിടെയെങ്കിലും മനുഷ്യർക്ക് ഗുണമല്ലാത്ത എന്തെങ്കിലും ഒരു സംഗതികൾ കണ്ടിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്ന് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ ചെറിയ പെരുന്നാളിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള റമദാൻ വരുമ്പോൾ നമ്മൾ എന്താണ് കാണാൻ കഴിയുന്നത്? ലക്ഷക്കണക്കിന് രൂപ, അതിൽ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷ്യധാന്യ കിറ്റുകളൊക്കെ ജാതി മതഭേദമന്യേ എല്ലാ സമൂഹങ്ങൾക്കും എത്തിച്ചു കൊടുക്കുകയാണ്. ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കാണുന്നതാണ്. ഇനി പെരുന്നാളായി കഴിഞ്ഞാലോ ഫിത്ർ സക്കാത്തിൻ്റെ അരി, ടൺ കണക്കിന് അരി വിതരണം ചെയ്യപ്പെടുകയാണ്. ഇനി വലിയ പെരുന്നാൾ വന്നാലോ അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ മാംസം മനുഷ്യരിലേക്ക് എത്തപ്പെടുകയാണ്. ഭക്ഷ്യ വിഭവങ്ങൾ ആളുകളിലേക്ക് എത്തപ്പെടുകയാണ്. നബിദിനം വന്നാലോ ഇതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണ് ഓരോ മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളും ഭക്ഷണം ഉണ്ടാക്കി ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും വിതരണം ചെയ്യുകയാണ്. മനുഷ്യർക്ക് അനുഗുണമല്ലാത്ത ഒരു ആഘോഷവും ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ പല ആഘോഷങ്ങളും നടക്കുന്നുണ്ടല്ലോ. കോടിക്കണക്കിന് രൂപയുടെ പടക്കങ്ങൾ ആകാശത്ത് പൊട്ടുമ്പം രണ്ട് കിഡ്നി നഷ്ടപ്പെട്ടവൻ ഇങ്ങനെ മാനത്തേക്ക് നോക്കി ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ അതൊക്കെ ഓരോരുത്തരുടെയും സന്തോഷവും ആഘോഷവും അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സന്തോഷം മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ മറ്റുള്ളവർക്ക് അപരന് ഉപകാരമില്ലാത്ത എന്തെങ്കിലും ഒരു ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. പല ആഘോഷങ്ങളും പല സന്തോഷങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പത്രത്തിൽ നമുക്ക് കാണാം 18 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഇവിടെ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, നബിദിനം ഇതൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും വാർത്ത ഇല്ല. നബിദിനമാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും അതൊക്കെ കൊണ്ട് മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഉപകാരം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നാദിയ, ചാരിറ്റി ദയവ് ചെയ്ത് ചാരിറ്റി ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കരുത്. ഇപ്പം നാദിയ തന്നെ കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും മനുഷ്യരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടില്ല ഇല്ല. നാദിയയുടെ അധിക റിയാക്ഷൻ വീഡിയോയും ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ലഭ്യരാക്കാൻ വേണ്ടിയും ആക്ഷേപിക്കാൻ വേണ്ടിയും ആകുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും പ്രയാസവുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് ഈ ചാരിറ്റി പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരോടാണ് ഈ ഉപദേശം നടത്തുന്നത്? എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ പള്ളിയുടെയും കവാടങ്ങളിൽ ജാതി മതഭേദമന്യേ എത്ര മനുഷ്യരെ കാണാൻ കഴിയും? അവർ ആ പ്രതീക്ഷയോടുകൂടി ഇവിടെ വരികയല്ലേ. എന്നാൽ വലിയ വലിയ ആഘോഷങ്ങൾ പുറത്ത് നടക്കുന്നു. അതിൻ്റെ കവാടങ്ങളിൽ എവിടെയെങ്കിലും ഒരു കിഡ്നി രോഗിയെ കാണാൻ കഴിയും, ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ, എനിക്ക് ഒറ്റക്കാര്യം പറയുള്ളൂ, നിങ്ങൾ ചാരിറ്റി എന്നും പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കരുത്. പിന്നെ ഒരു നബിദിനം വർഷത്തിലൊരിക്കൽ വരുമ്പം കുഞ്ഞുകുട്ടികൾ ഈ വഴി തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന ഹബീബായ തങ്ങളുടെ അധ്യാപനമാണ്. വഴി തടസ്സപ്പെടുത്താതെ അതിനൊക്കെ പ്രത്യേകമായ വാളണ്ടിയേഴ്സിനെ നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാ സമൂഹം അങ്ങനെയല്ലേ. ഇപ്പം ശ്രീകൃഷ്ണ ജയന്തി വരുമ്പം ശോഭയാത്ര നടക്കുന്നു. അവരെത്ര കൃത്യമായിട്ട് അച്ചടക്കത്തോടു കൂടി സമീപത്തോട് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. വാളണ്ടിയേഴ്സിന് ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് വണ്ടികളൊക്കെ യഥേഷ്ടം വിടാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഗ്രഹാതുരത്വമാണ്, നമ്മുടെ നാടിൻ്റെ പാരസ്പര്യം കൂടിയാണ്. ഇപ്പം നമ്മുടെ നബിദിന റാലി പോകുന്ന സമയത്ത് മറ്റ് സമൂഹങ്ങൾ വെള്ളം കൊടുക്കുന്നു, അവരെ യാത്ര പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു ഗ്രഹാതുരത്വം, ഐക്യവും പാരസ്പര്യമൊക്കെയാണ്. ഇതൊക്കെ ഇവിടെ നടന്നോട്ടെ, ഇതൊക്കെ നല്ല കാര്യമല്ലേ. ഇത് കുരുപൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി കുരുപൊട്ടുക. ഇവിടെ നബിദിനാഘോഷം നടക്കും, കുട്ടികൾ റാലി പോകും, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ സ്വലാത്ത് ദിക്റൊക്കെ ചൊല്ലി പോകും. അത് പൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി പൊട്ടുക. നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾക്ക് പൊട്ടും. നമ്മളിവിടെ നടത്തിക്കൊണ്ടേയിരിക്കും ചെയ്യും. അതുകൊണ്ട് അതിന് എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഇവിടുത്തെ ഗവൺമെൻറ് നോക്കിക്കണം. അതുകൊണ്ട് നാദിയയുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. പ്രിയപ്പെട്ട നാദിയ, ഏതൊരു പുണ്യപുരുഷൻ്റെ ജന്മദിനമാണോ ഇവിടെ ആഘോഷിക്കുന്നത്, ആ പുണ്യപുരുഷൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അനുരുചരൻ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടി, മോനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീബുൽ കലാം, മനോഹരമായി മനുഷ്യരോട് സംസാരിക്കലാണ്. വൈത്വാമുത്താഴം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും മനുഷ്യരോട് മര്യാദക്ക് സംസാരിക്കാനും പഠിപ്പിച്ച ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാണ്. ആ വസന്തം ഞങ്ങൾ ആത്മീയതയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. നിയമാനുസൃതമായി, നിയമത്തിന് വിരുദ്ധമല്ലാത്ത ഏതൊരു സംഗതികളും ഞങ്ങളിവിടെ അനുവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് നാദിയ, ഒന്നുകൂടെ പറയാണ്, ഈ ചാരിറ്റി എന്നൊന്നും പറഞ്ഞ് തമാശയാക്കരുത്.